Ashwin Shaji, what is mean by function? Shanil, what is mean by function? A block of code that perform particular task. Good, good. Varshanath, what are the three stages of functions? If you want to write the function program means we need to define three things, right? What are they? Varshanath. ഫംഗ്ഷൻ പ്രോഗ്രാംസ് എഴുതണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ? എന്തൊക്കെയാണ്? വർഷനാധികേയം, വർഷനാഥ്, മാലവിക, മാലവിക, ഓക്കെ, ആൻസർ പറഞ്ഞോ. What are the three things we need to define the functions? പറഞ്ഞോ, കേൾക്കുന്നുണ്ട് മാലവിക. എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു ഈ ഫംഗ്ഷനെ കുറിച്ച് പറയണത്. പറഞ്ഞു. കേൾക്കണുണ്ടോ ഞാൻ പറയണത് നിനക്ക്? പറഞ്ഞോ, അപ്പൊ ആൻസർ പറ. ഇതില് ഞാൻ വേറെ എങ്ങനെയാ എടുക്കേണ്ട ക്ലാസ്? നിങ്ങൾക്ക് 3 ക്ലാസ്സിൽ ഞാൻ പിന്നെ പറയുന്നു. നേടി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 500 ടൈംസ് പറഞ്ഞിട്ടുണ്ടാവും ഈ 3 കാര്യങ്ങളും. അങ്ങനെയല്ല, ഞാൻ ഈ 500 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വർഷനാഥ് ചാറ്റ് ബോക്സിൽ അത് ആൻസർ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് ആ 3 കാര്യങ്ങള്? പറഞ്ഞോ, എന്താണ്? CSE സ്റ്റുഡന്റ് അല്ലേ നിങ്ങള്? What are the 3 things we need to define in the function program? എന്തൊക്കെയാ? മാലവിക സുരേന്ദ്രൻ. മാലവിക, ഞാൻ പറയണത് കേൾക്കണുണ്ടോ? ഇല്ല, എന്തെങ്കിലും ഇഷ്യൂ ആണോ? Ashwin MK. What are the 3? Function definition. Okay, good. Fatimatul Shagala, what is the syntax for function declaration? Take function parameter. Sorry? Hello? Okay, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. Data type function parameter. Good. Okay. What is the use of return? What is the use of return? Punya Pradeep. What is the use of return? അറിയില്ല. രജത്ത്. What is the use of return? Return പ്രോഗ്രാമിൽ യൂസ് ചെയ്ത് പ്രോഗ്രാമിൽ return എന്താ ചെയ്ത? Return is used to return the value. Return, what is the use of return? What is meant by return? Return is used for return a value to call function.
കോൾ വിളിച്ച സ്ഥലത്തിലേക്ക് അത് എന്ത് ചെയ്യും? അതിന്റെ വാല്യൂവിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കും. വാട്ട് ഈസ് മീൻ ബൈ റിട്ടേൺ? റിട്ടേൺ ഈസ് യൂസ്ഡ് ഫോർ റിട്ടേൺ എ വാല്യൂ ടു കോൾ ഫംഗ്ഷൻ. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്ലാസ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ ഹോംവർക്ക്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമോ? എന്താ അനേക ഫസൽ ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് എന്തായിരുന്നു? ആയിട്ടില്ല. മുഷ്യൻ, ലാസ്റ്റ് ക്ലാസ് തന്ന ഹോംവർക്ക് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക്. ഫാത്തിമ പി കെ, ലാസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി, ഞാൻ ആൻസറിൽ ചോദിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ ആണ് ഹോംവർക്ക് തന്നത്? ഫാത്തിമ പി കെ. അനുരാഗ്, പറഞ്ഞോ കേൾക്കുന്നുണ്ട്. അനുരാഗ്, ഏതാ ക്വസ്റ്റ്യൻ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്ക്? സാറ് സ്വാപ്പ് two numbers without using an extra variable. അത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്ന ഹോംവർക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നായിരുന്നു. Fibonacci series. ഫിബൊനാച്ചി സീരീസ്. യെസ്. എത്ര ആൾക്കാർ ചെയ്തു ഫിബൊനാച്ചി സീരീസ്? ഫിബൊനാച്ചി സീരീസ് യൂസിങ് ഫംഗ്ഷൻ. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യന് ചോദിക്കാൻ അറിയാത്തതുകൊണ്ടല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിക്ക് സമയം കിട്ടൂല, അതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു തന്നെ എനിക്ക് എത്ര മിനിറ്റ് പോയെന്ന് കണ്ട? 10 minutes ആണ് പോയത്. ഓക്കെ. അപ്പൊ വീട്ടിലിരുന്നിട്ട് കുറച്ച് നേരമെങ്കിലും പഠിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. എത്ര ആൾക്കാരാണ് ഹോംവർക്ക് ചെയ്തേ? എത്ര ആൾക്കാരാണ് ഹോംവർക്ക് ചെയ്തത്? ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹോംവർക്ക് ചെയ്ത ആൾക്കാർ എത്ര പേരാ? 1 2 3 ടൈഫൽ തോമസ് ചെയ്തിട്ടില്ല. ഗാഥാകൃഷ്ണ ചെയ്തിട്ടില്ല. നൈനിക സന്ദീപ് ചെയ്തിട്ടുണ്ടോ? ഹാഫേ ചെയ്തിട്ടുള്ളൂ. ഹാഫേ ചെയ്തിട്ടുള്ളൂ. ഇഷ സുധീർ? ഇഷ സുധീർ ഹോംവർക്ക് കംപ്ലീറ്റ് ആയിരുന്നോ? അഞ്ജിത സുരേഷ്? ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ടുഡേ ക്ലാസ് വി ആർ ഗോയിങ് ടു സീൻ അബൌട്ട് ലാസ്റ്റ് ഹോംവർക്ക് തന്ന പ്രോബ്ലം തന്നെയാണ് ചെയ്യാൻ പോണത്. റൈറ്റ് എ സി പ്രോഗ്രാം to print Fibonacci series. Let us see program to print Fibonacci series. നിങ്ങൾ 1 or 2 പ്രോബ്ലംസേ ചെയ്യുന്നുള്ളൂ. എന്റെ ലാസ്റ്റ് ബാച്ച് ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾ കാണുന്നുണ്ടോ? ആ പിള്ളേർ കോളേജിലേക്ക് വന്നിട്ട് ചെയ്ത പ്രോബ്ലംസ് മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻ ആണിത്. അവരിങ്ങനെ ചെയ്തിട്ടാണ് എല്ലാ ആൾക്കാരും പാസ്സായത്. ഇത്ര പ്രോഗ്രാംസ് അവർ ചെയ്തതാണ്. ഡെയിലി 10 പ്രോഗ്രാംസ് വെച്ചാണ് ഞാൻ കൊടുക്കുക. അടുത്ത ദിവസം വരുമ്പോൾ അവർ ചെയ്തിട്ട് വരും.
നിങ്ങൾക്ക് എക്സാം സി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ചോദിക്കണം, ഞാൻ ക്ലാസ്സിലെടുക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുക, കുറേ ഓൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടൈമിൽ അവരെന്താണ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് പ്രോഗ്രാമിംഗ് എക്സാംസ് എഴുതാൻ പറ്റും. അല്ലാതെ ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നത് പോലെ അങ്ങനെ എളുപ്പത്തിൽ ഇരിക്കൂല എക്സാം. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും ചെയ്യും. ഓക്കെ, റൈറ്റ് സി പ്രോഗ്രാം ടു പ്രിന്റ് ഫിബൊനാച്ചി സീരീസ്. ഓക്കെ, ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുമ്പോൾ യൂസിങ് ഫംഗ്ഷൻ ആണ്. റൈറ്റ് സി പ്രോഗ്രാമിംഗ് ടു പ്രിന്റ് ഫിബൊനാച്ചി സീരീസ് യൂസിങ് functions. So in functions means we know that function programs have three things. What are they? Function declaration, function call, and function definition. In first line hash include studio.h, hash include studio.h. Next line is what? Next line is what? We need to declare the next line എന്ത് ചെയ്യണം? We need to declare the function. Function ആണോ ഡിക്ലെയർ ചെയ്യേണ്ട? ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, സോ ഫംഗ്ഷൻ നെയിം. സോ ഫംഗ്ഷൻ നെയിം, ദെൻ ഒരു നെയിം പറയാം. എന്ത് നെയിം കൊടുക്കാം? ഫിബൊനാച്ചി സീരീസ് അല്ലേ, അപ്പൊ ഞാൻ ഫിബ് എന്ന് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് എനഫ്. ഫിബ്. ഹൗ മെനി വേരിയബിൾസ് we need to pass? How many variables pass ചെയ്യാം? How many variables we need to pass? ഫിബൊനാച്ചി എന്ന് പറയുമ്പോൾ I entered, ഞാനിപ്പോ എന്ത് ചെയ്യും? 5 എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്യും, റൈറ്റ്? സോ അപ്പൊ എനിക്ക് എന്ത് വേണം? അപ് ടു 5 വരെയുള്ള നമ്പേഴ്സ് എനിക്ക് പ്രിന്റ് ആവും. ഓക്കെ, 5 ഫിബൊനാച്ചി നമ്പേഴ്സ് ജനറേറ്റ് ആവും, റൈറ്റ്? സോ അപ്പൊ എത്ര വേരിയബിൾസ് ആണ് പാസ് ആവുന്നത്? എത്ര പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുക? നമ്മള് എത്ര പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുക? എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും? ഫിബൊനാച്ചി നമ്പേഴ്സിൽ നിങ്ങൾ ഇൻപുട്ട് 5 എന്ന് പറയുമ്പോൾ 5 നമ്പേഴ്സ് ജനറേറ്റ് ആവും. ബട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 ആണ്, റൈറ്റ്? സോ ഫിബൊനാച്ചി. അപ്പൊ ഇവിടെ എത്ര വേരിയബിൾസ്, എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം? ഒരു പാരാമീറ്റർ ആണ്. സോ ദാറ്റ്സ് ഇന്റീജർ x, then semicolon, then void main. Okay, void main, then open close, then integer I declared an local variable, then printf enter the limit. Enter the limit. So enter the limit edit scan ചെയ്തെടുക്കണം. scanf ഇതിൽ സ്കാൻ ചെയ്തെടുക്കണം. എക്സിലാണോ എന്നിലാണോ? ഇത് മെയിൻ ആണല്ലേ. സോ മെയിൻ അറിയണത് എന്ത് മാത്രമേ അറിയുള്ളൂ? മെയിക്ക് n മാത്രമേ അറിയുള്ളൂ. സോ %t comma ampersand. സോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഈസ് ഓവർ. നമുക്ക് ഫിബൊനാച്ചി സീരീസ് വരേണ്ട നമ്പർ കൊടുത്ത് നെക്സ്റ്റ് ഈസ് വാട്ട്? നെക്സ്റ്റ് ലൈൻ ഈസ് വാട്ട്? നെക്സ്റ്റ് ലൈൻ ഈസ് we need to call the function, right? What is the function name? Function name is fib, right? Function name എന്താണ്? Function name is fib. Then open close. ഏത് വേരിയബിൾ പാസ് ചെയ്യണം? ഏത് വേരിയബിൾ പാസ് ചെയ്യേണ്ടത്? We need to pass the variable n. Okay, main ഫംഗ്ഷനിലുള്ള വേരിയബിൾ എന്താണ്? n ആണ്. So n. Then after that function declaration is over, then function definition is over. We need to define the function. Okay, ഏത് ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണത്? integer fib, then integer x. Then ഇതിനകത്ത് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? നമ്മൾ ഫിബൊനാച്ചിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ. Okay, in this case we need to declare some local variables, right? So എന്തൊക്കെയാണ്? The first letters, right? So first letter is f is equal to 0, then second is equal to, second letter is what? 1. Then we need to next one variable. Then after that here one for loop is there, right? So for loop in the avashyundo, for loop we don't need the for loop, right? So next is n. Okay, then we need to print the value. So എന്ത് ചെയ്യണം? So എന്താ ചെയ്യേണ്ട? Next line is what?
വൈൽ വെക്കാം. വൈൽ വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഞാൻ ഏത് വെച്ചിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ഫോർ ആണോ? സോ അപ്പൊ ഫോർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ പോവാം. ഓക്കെ, സോ ഫോർ, സോറി, ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ഐ വെച്ചിട്ടല്ലേ, ഫോർ വെച്ചിട്ടല്ലേ? ഫോർ വെച്ചിട്ടല്ലേ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള? സോ ഫോർ വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, വൈൽ വെച്ചാൽ നിങ്ങൾ പിന്നെ കൺഫ്യൂസ് ആക്കും. നമ്മൾ വൈൽ വെച്ചും ചെയ്യാം. ഓക്കെ, സോ അഗൈൻ നമ്മൾ സെറ്റ് ചെയ്യാണ് ഫോർ I is equal to 0, then I less than or equal to, I less than or equal to, we need to 5 Fibonacci numbers, right? So 5 എന്നുള്ള വാല്യൂ എവിടെയാണ് വന്നത്? n ആണ്. സോ n വാല്യൂ ഏതിൽ കോപ്പി ആയിട്ടുണ്ടാവും? x ൽ കോപ്പി ആയിട്ടുണ്ടാവും, റൈറ്റ്? സോ I less than or equal to x. ക്ലിയർ ആയാ? എന്തുകൊണ്ടാണ് x ഒന്നാണ് മനസ്സിലായ? n വാല്യൂ എങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ടാവും? x ലേക്ക് കോപ്പി ആയിട്ടുണ്ടാവും. എന്താ ഫംഗ്ഷൻ കോൾ വന്നാൽ തന്നെ ഇതിലുള്ള വേരിയബിളിന്റെ വാല്യൂ എങ്ങോട്ട് പാസ് ആവും? പാരാമീറ്റേഴ്സിൽ പാസ് ആവും. സോ പാരാമീറ്റേഴ്സിന് മാത്രമേ ഈ ഫംഗ്ഷൻ ഡെഫിനിഷന്റെ പേര് അറിയുള്ളൂ. സോ ഇന്റിജർ എക്സ് ആണ്. സോ ലിമിറ്റ് ഏതുവരെ പോകണം? ഇന്റിജർ എക്സ് വരെ പോകണം. ദെൻ ഐ പ്ലസ് പ്ലസ്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ലൈൻ ഈസ് വാട്ട്? ടൈപ്പിളിന് ക്ലിയർ ആയ? എന്നല്ല എക്സ് ആണ്. എക്സ് എങ്ങനെ വന്നെന്ന് മനസ്സിലായ? എന്നിന്റെ വാല്യൂ ഇതിന് മാത്രമേ അറിയുള്ളൂ, മെയിൻ ഫംഗ്ഷൻ മാത്രമേ അറിയുള്ളൂ. നൗ വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷൻ നോസ് എക്സ്. എക്സിന്റെ കയ്യിൽ എന്തിന്റെ വാല്യൂ ഉണ്ടാവും? എന്നിന്റെ വാല്യൂ ഉണ്ടാവും. നെക്സ്റ്റ് ലൈൻ ഈസ് വാട്ട്? പ്രിന്റ്. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് കിട്ടേണ്ട വാല്യൂ എന്താണ്? വാട്ട് ഇസ് ദ വാല്യൂ? % d. ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? 0 ആണ്, റൈറ്റ്? സെക്കൻഡ് കിട്ടേണ്ട വാല്യൂ 1 ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് 0 + 1 1, ദെൻ 1 + 1 2, then 2 + 1 3. ഇതായിരിക്കും നമ്മുടെ ആൻസർ, അല്ലേ? സോ % d, f. നെക്സ്റ്റ് ലൈൻ ഈസ് വാട്ട്? നെക്സ്റ്റ് ലൈൻ എന്താണ്? ഞാൻ ലാബ് ഓവർ പറഞ്ഞു തന്നതാണ് ഈ പ്രോബ്ലം. Next, we need to find the next element. We know the first value, we know the second value, right? So again, we need to find the next value. So next is equal to f plus s, right? Then after that, we need to swap the value, right? So first is equal to second, then second is equal to first like second in the value varanam, second length in the value varanam. S is equal to f. S is equal to next. Is it clear? So ഇനി വേറെ എന്തെങ്കിലും എഴുതാനുണ്ടോ ഈ പ്രോഗ്രാമില്? ഇല്ല, അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ജസ്റ്റ് എക്സിക്യൂട്ട് ദ പ്രോബ്ലം. Enter the limit 5. So വാല്യൂ വന്നിട്ടുണ്ട് 0 1 1 2 3 5. സോ 5 എന്താണ്? 5 ആണ്. നമ്മളിവിടെ ഈക്വൽ ടു യൂസ് ചെയ്തുകൊണ്ടാണ് അത്ര വാല്യൂസ് വന്നത്. സോ നോ നീഡ് ഫോർ ദാറ്റ്. Then we need some more space, right? So I give space /. So I give 5 0 1 1 2 3. Okay, sometimes we enter 10, so we get the 10 values. Is it clear? Clear ആണോ? ഫിബൊനാച്ചി പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ഫിബൊനാച്ചി എങ്ങനെ വേണമെങ്കിലും ചോദിക്കും. അതാണ് ബേസ് പ്രോബ്ലം. നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് യൂസ് ചെയ്തിട്ടൊക്കെ ഏത് കോൺസെപ്റ്റിൽ വേണമെങ്കിലും അവർ ചോദിക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഫംഗ്ഷനിൽ ഇന്നും പ്രോബ്ലംസ് കുറെ നോക്കാനുണ്ട്. ഞാൻ അത് ഹോംവർക്ക് ആയിട്ട് തരും. നെക്സ്റ്റ് ക്ലാസ്, ഇൻ ദിസ് ക്ലാസ് അഗൈൻ വി ആർ ഗോയിങ് ടു സീ on important topic. ഫംഗ്ഷൻ തീർന്നു. ഇനി ഇമ്പോർട്ടന്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. സ്ട്രക്ചറിൽ പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും. സോ വി ആർ ഗോയിങ് ടു സീൻ അബൌട്ട് സ്ട്രക്ചർ. Okay, we go structure. Structure is nothing. Structure is a packing of different data types. Packing of different data types. What is meant by structure? Structure is a packing of different data types. Simple ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഈ സ്ട്രക്ചർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് മനസ്സിലാവും, ബട്ട് സെയിം ടൈം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും കൂടിയാണ്.
Okay, is it clear? So what is meant by structure? Structure is a packing of different data types. Is it clear? Definition clear or no? Definition clear or no? What is meant by structure? Structure is a packing of different data types. Okay, when the case of what is meant by array? Array എന്ന് പറഞ്ഞാൽ എന്താണ്? We can multiple values നമുക്ക് arrayലും store ചെയ്യാൻ പറ്റും, but they have some limitations, right? What is that? Arrayയിൽ നമുക്ക് എന്താണ്? കുറെ values store ചെയ്യാൻ പറ്റും, but അതിലുള്ള limitations എന്താണ്? Same data types ആണ് നമുക്ക് arrayയിൽ store ചെയ്യാൻ പറ്റും. Okay, different data types store ചെയ്യാൻ പറ്റൂല. So that definition is what is meant by array? Array is a pack. Array is a array it is used to store related data items. Okay, അതിൽ നമുക്ക് related data items ആണ് store ചെയ്യാം. But I need to store different data. So that time I am going to use structure. What is meant by structure? Structure is a packing of different data. Okay, അതിന്റെ ഡീറ്റെയിൽ ഡെഫിനിഷൻ പറയാൻ വെച്ചാൽ എവിടെ എന്ത് ചോദിച്ചാലും വാട്ട് ഈസ് മീൻ ബൈ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ ഈസ് എ പാക്കിംഗ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ്. സംടൈംസ് ഇൻ ദിസ് കേസ് some people is asking detailed definition for the structure. Okay, the structure is a just note zero. The structure is a group of variables. The structure is a group of variables of different types. Structure is a group of variables of different types under one. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് മീൻസ് വാട്ട്? നമുക്ക് ഫ്ലോട്ട്, ഒരു സിംഗിൾ നെയിമിൽ തന്നെ നമുക്ക് ഫ്ലോട്ടിന് സ്റ്റോർ ചെയ്യാം, ഇന്റീജറിന് സ്റ്റോർ ചെയ്യാം, ക്യാരക്ടറിന് സ്റ്റോർ ചെയ്യാം, ഡബിളിന് സ്റ്റോർ ചെയ്യാം. So അതാണ് structure. Okay, so what is meant by structure? Structure is a packing of different data types. The structure is a group of variables of different data types under one. Okay, so ഈ ഡെഫിനിഷൻസ് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പറഞ്ഞാലും ഓക്കെ ആണ്. What is meant by structure? Structure is a packing of different data types. Okay, clear ആണോ? Then we are going to learn about syntax. Is it clear? What is meant by structure? Structure is a packing of different data types, and the structure is a group of variables of different data types under one. Okay, then we are going to syntax. Syntax is first we need to use struct. Okay, syntax endana? Struct, then tag name, struct space tag name, then open and close, data type 1, then data type 2, data type 1, data type 2. Here we need to write the variable 1, variable 2, then variable 1, variable 2. Okay, then here we need to write the semicolon. Okay, so then sorry, I have etc. എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാം. Okay, what is the syntax? The syntax of structure is structure keyword ആണ്, struct keyword ആണ്. Struct keyword എന്ന് വെച്ചാൽ എന്താണ്? It's a structure ആണ്. Okay, struct keyword is represent the structure. Then one tag name, then data type 1, variable 1, data type 2, variable 2, data type 3, variable 3, data type 4, variable 4, variable. Syntax clear ആണോ? What is the syntax for structure?
Structure. What is meant by structure? Structure is a packing of different data types. The structure is a group of variables of different types under one name. And then after that, we have to learn about syntax. What is the syntax for structure? Struct, tag name, open, data type 1, variable 1, data type 2, then up to etc. Okay, എത്ര data types വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? ഒരു single tag name നമുക്ക് add ചെയ്യാം. Okay, after that, then close, then semicolon. Is it clear? Clear ആണോ definite? ഇതിന്റെ syntax, structure-ന്റെ definition and syntax clear ആണോ? Clear ആണ്. Okay, clear അല്ലേ? Problem നോക്കാം. Okay, so I'll just see one example. I need to store one student details. Okay, എനിക്ക് ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാം. Just see one example. So സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? They have some. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും? They have one name. Okay, then name, roll number, then department, right? So department ഉണ്ടാവും. Where again എന്താ? Okay, ഇത്ര കാര്യങ്ങൾ വന്നു. Okay, example, I need to create one structure program. So each student have 3 details. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക? നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്. വേറെ എന്തെങ്കിലും ഡേറ്റാസ് വേണമെങ്കിൽ മൊബൈൽ നമ്പർ വേണമെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. മൊബൈൽ നമ്പർ. ഇഫ് യു വാണ്ട് ടു ആഡ് ഇമെയിൽ മീൻസ് വി ക്യാൻ ആഡ് ഇമെയിൽ ആൾസോ. സോ എത്ര ഡേറ്റാസ് ആണോ വേണ്ടത്? ഇങ്ങനെ ഒരു ഡേറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോറി, സ്ട്രക്ചർ പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ സ്റ്റുഡൻസിൽ എന്തൊക്കെയാണുള്ളത്? സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ആ ആൾക്ക് എന്തൊക്കെ ഡേറ്റാസ് ആണ് ഉള്ളത്? ദേ ഹാവ് സം നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, മൊബൈൽ നമ്പർ, ദെൻ ഇമെയിൽ. സോ അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എതിൽ സ്റ്റോർ ചെയ്യണം? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ നെയിമിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. Right, so that time we can use. So name എന്ന് പറയുന്നത് എന്താണ്? Name is a character. Roll number is a roll number എന്ന് പറയുമ്പോൾ എന്ത് ഡേറ്റ ടൈപ്പ് ആണ്? Roll number എന്ന് പറയുമ്പോൾ എന്ത് ഡേറ്റ ടൈപ്പ് ആണ്? Roll number is a എന്ത് ഡേറ്റ ടൈപ്പ്? ഇന്റീജർ ആണ്. ഡിപ്പാർട്ട്മെന്റ് is a character. Then mobile number എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റീജർ ആണ്. ഇമെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? It's a character. Right, so നമ്മളപ്പോൾ ഇവിടെ എങ്ങനെ ആഡ് ചെയ്യാം? Struct ഫസ്റ്റ് എന്ത് കൊടുക്കുക? Struct കൊടുക്കാം. Then after that we need to one tag name. Tag name നമ്മൾ എന്ത് കൊടുക്കാൻ പോവാം? നമ്മളിവിടെ എന്തിന്റെ ആരിന്റെ ഡേറ്റാസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത്? ആരിന്റെ ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോണത്? ഇവിടെ സ്റ്റുഡന്റിന്റെ ഡേറ്റയാണ്. സോ നമ്മൾ എന്ത് കൊടുക്കാം? സ്റ്റുഡന്റ് നെയിം. ഇറ്റ്സ് എ ടാഗ് നെയിം ഈസ് എ യൂസർ ഡിഫൈൻഡ്. ഓക്കെ, യു ക്യാൻ ഗിവ് എനി നെയിം. എന്ത് നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഐ ഗിവ് എസ് എ സ്റ്റുഡന്റ്. ഓക്കെ, then open close. Clear? Then after that first one is name. Name അപ്പോൾ എങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം? Data type 1 and variable 1. Name എന്തായിരിക്കും അപ്പോ? What is the name? Nameന്റെ data type എന്തായിരിക്കും? What is the data type for name? Chat boxൽ type say it's a character. Character array, right? So character CHR character name എന്ന് കൊടുക്കാം അല്ലേ? Name, the maximum letter is 10. Okay, semicolon. Then another one is what? Roll number, right? So roll number means what? എന്ത് ഡേറ്റ ടൈപ്പ് ആണ്? റോൾ നമ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ ഇന്റീജർ. സോ ഇന്റീജർ മീൻസ് എന്ത് നെയിം കൊടുക്കാം? ഇന്റീജറിന് ഒരു വേരിയബിൾ നെയിം പറയാം. റോൾ നമ്പർ തന്നെ കൊടുക്കാം അല്ലെ? ആർ നമ്പറിന് കൊടുക്കാം അല്ലെ? ദാറ്റ്സ് ഓക്കെ. റോൾ നമ്പർ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഈസ് എ ക്യാരക്ടർ ഓർ ഇന്റീജർ ഓർ ഫ്ലോട്ട്? ഇറ്റ്സ് എ character data type, right? So character enter. Then character 10. Okay, then after that they have a mobile number. Mobile number is a integer, so I gave m number. Okay, then after that email is a character. Then character email give 24 size. Okay, then after that here is important semicolon. Okay, syntax il ennu vannitunde നമ്മൾ ടാഗ് നെയിം കൊടുത്ത ശേഷം we declare all the variables, right? Then after that we need to set semicolon. Clear ആണോ? Yes ആണോ? No ആണോ? Okay, what is the syntax for structure? Structure എന്തൊക്കെ വേണം? We need to use struct. Then after that they have one tag name. Then നമുക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ ടൈപ്പ്. എത്ര ഡേറ്റ ടൈപ്സ് ആണോ വേണ്ടത്? അത്ര ഡേറ്റ ടൈപ്സ്.
ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, സ്റ്റുഡന്റിന് പറഞ്ഞിട്ട് ഒരു ഇതെടുത്തിട്ടുണ്ട്. സ്റ്റുഡന്റിന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, മൊബൈൽ നമ്പർ, ഇമെയിൽ. റൈറ്റ്, സോ ദാറ്റ് ടൈം ഐ എം ഗോയിങ് ടു യൂസ് struct. സോ struct എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എന്ത് ചേർത്തു? ഒരു ടാഗ് നെയിം കൊടുത്തു. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് നെയിം ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് they have some എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, മൊബൈൽ നമ്പർ, ഇമെയിൽ. റൈറ്റ്, സോ ഐ ഗേവ് ക്യാരക്ടർ, ഇന്റീജർ, char, ഇന്റീജർ, ഓക്കെ. ദെൻ ഈ പ്രോഗ്രാം തന്നെ എഴുതാം നമുക്ക്, അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, ക്ലിയർ ആയിട്ട് നോക്കൂ. പ്രോബ്ലം സിമ്പിൾ ആണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, write a C program. Write a C program for structure to store students details, such as എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, മൊബൈൽ നമ്പർ, ഇമെയിൽ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? വി ആർ ഗോയിങ് ടു റൈറ്റ് വൺ C program for structure. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് ഡേറ്റാസ് ആണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? വി നീഡ് ടു സ്റ്റോർ സം സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. എന്തൊക്കെ ഡീറ്റെയിൽസ്? സച്ച് ആസ് നെയിം, റോൾ നമ്പർ, ഡിപ്പാർട്ട്മെന്റ്, മൊബൈൽ നമ്പർ, അഗൈൻ ഇമെയിൽ. ഓക്കെ, ക്ലിയർ ആണോ? Then let's see the first line. The first line is same, hash include studio.h, hash include studio.h. Okay, then after that in this line, in second line, we need to define the structure. നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യണം. We need to define the structure. Okay, എങ്ങനെയാണ് സ്ട്രക്ചർ? What is the keyword for structure? We know that this is a structure program, right? So നമ്മൾ എന്ത് ചെയ്യണം? First hash include studio.h. After the line, we need to define the structure. What is the syntax for structure? First line എന്താണ്? What is the syntax for structure? We need to use struct. Good. We need to use struct. Tag name. Okay, എന്ത് tag name കൊടുക്കാം? That's a user define. Okay, you can give any name. എന്ത് നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. എന്ത് നെയിം കൊടുക്കാം? സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് അല്ലേ? സോ ഐ ഗേവ് എ സ്റ്റുഡന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? Then we need to open close. Okay, the next എന്ത് ചെയ്യണം നമ്മള്? We need to add the data types. Okay, എന്തൊക്കെ ഡേറ്റാസ് ആണ്? First one is a character. Okay, that I gave a name. Character array ആണ്, so chain. Then after that, roll number is a integer. So then R number will that's okay. Then after that, department. So department is a character, right? Department character അല്ലേ? Department is a character. So char depth കൊടുക്കാം. Okay, depth. Then after that, mobile number എന്താണ്? What is mobile number data type? Mobile number is a whole number, right? Mobile number എന്ന് പറയുമ്പോൾ normal numbers അല്ലേ? So എന്ത് data type ആയിരിക്കും? What is the data type? Integer. Okay, integer m number കൊടുക്കാം. Okay, variable എന്ത് നെയിമിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. Okay, then next one is what? Email. Email is a string, right? So character email, then open close, that's a 25. Is it clear? Then after that ഇവിടെ semicolon ഉണ്ടോ? സിൻഡെക്സില് yes ആണോ no ആണോ? Semicolon ഉണ്ട്. Okay, then just we start the main program. Void main. Clear ആണോ? main program start ചെയ്യാം. Okay, so structure programൽ first നമ്മൾ എന്താണ് ചെയ്തത്? First, we are defined the structure. In this structure, we are going to store student details. In student details, we are going to store name, roll number, department, mobile number, then email. Right? Then after that, we need to start the main program. Okay. In main program, first we need to declare a variable for structure. Declare a variable for structure.
നമുക്ക് സ്ട്രക്ചറിന് എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലൈൻ എന്താണ്? ഇൻ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മള് വി നീഡ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഫോർ സ്ട്രക്ചർ. നമുക്ക് ഇവിടെ സ്ട്രക്ചറിന്റെ പേര് എന്താണ്? പറ. സ്ട്രക്ചറിന്റെ ടാഗ് നെയിം എന്താണ്? സ്ട്രക്ട്. അഗൈൻ ടാഗ് നെയിം എന്താണ്? സ്റ്റുഡന്റ്. സോ സ്ട്രക്ട് സ്റ്റുഡന്റ്. ദെൻ എന്ത് ചെയ്യണം? ഇതിന് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തെടുത്ത്? എസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായ? നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഇന്റീജർ എന്നൊക്കെ ഡിക്ലെയർ ചെയ്യാനല്ലേ, അതുപോലെ തന്നെയാണ് വി നീഡ് ടു ഡിഫൈൻ വൺ വേരിയബിൾ ഫോർ സ്ട്രക്ട്. ഓക്കെ, അപ്പൊ സ്ട്രക്ടിന് ഞാൻ എന്ത് കൊടുത്തു? എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ക്ലിയർ ആയ? ഫസ്റ്റ് സ്ട്രക്ചർ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? ഡിഫൈൻ ചെയ്ത് then after that മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രക്ചറിന് എന്ത് ചെയ്ത് കൊടുക്കണം? we need to declare a one variable for that. Okay, what is our structure name? Struct student. So struct student ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എസ് ഡിക്ലെയർ ചെയ്യാം, എ ഡിക്ലെയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം, നോ ഇഷ്യൂസ്. ഓക്കെ, നമ്മൾ ഇന്റീജർ എ എന്ന് പറഞ്ഞൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലാണ്. ക്ലിയർ ആണോ? സ്ട്രക്ട് സ്റ്റുഡന്റ് എസ് വെച്ചത് മനസ്സിലായ? എസ് ആണോ നോ ആണോ? മനസ്സിലായ? ഓക്കെ അല്ലേ? നിഹാരിക മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ഗോയിങ് ടു ആഡ് ദ നെയിംസ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡേറ്റാസ് ആഡ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെ ആഡ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? എന്ത് ഡേറ്റയാണ് കൊടുക്കണം? നെയിം കൊടുക്കണം അല്ലെ? സോ പ്രിന്റ് എന്ത് ഡേറ്റയാണ്? എൻ്റർ ദ നെയിം. ഓക്കെ, ദെൻ സി സ്കാനഫ്. ക്ലിയർ ആയിട്ട് നോക്ക്. സ്കാനഫ് നമ്മൾ നെയിമിന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ എന്താണ്? ക്യാരക്ടർ. സോ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പെർസെന്റേജ് എസ് യൂസ് ചെയ്യണം കേട്ടോ. പെർസെന്റേജ് എസ്. ദെൻ പെർസെന്റേജ് എസ് യൂസ് ചെയ്താൽ ആംപർസെന്റ് യൂസ് ചെയ്യണോ? പെർസെന്റേജ് എസ് യൂസ് ചെയ്താൽ ആംപർസെന്റ് വേണോ? ആംപർസെന്റ് വേണോ? പെർസെന്റേജ് എസ് യൂസ് ചെയ്താൽ നോ, ആംപർസെന്റ് വേണ്ട. സോ നമ്മൾ എതിൽ സേവ് ചെയ്യാൻ പോവാണ്? നെയിം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആണ് സേവ് ചെയ്യാൻ പോകുന്നത് അല്ലെ? നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആണ് സേവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് നോക്ക്. ഈ നെയിം എതിന്റെ കയ്യിലാണുള്ളത്? ഈ നെയിം എതിലാണുള്ളത്? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് നെയിമിലാണുള്ളത്. റൈറ്റ്? സോ ഈ സ്റ്റുഡന്റ് എന്നുള്ള ടാഗ് നെയിമിന് നമ്മൾ ലോക്കൽ വേരിയബിൾ മെയിൻ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ എന്താണ്? എസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ കോൾ ചെയ്യണം? എസ് ഡോട്ട് നെയിം എന്ന് വിളിക്കണം. മനസ്സിലായ? ഈ ഒരു കറക്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രക്ട് സ്റ്റുഡന്റിന് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ നെയിം എതിലാണുള്ളത്? സ്റ്റുഡന്റിലാണുള്ളത് അല്ലെ? സ്ട്രക്ട് സ്റ്റുഡന്റിലാണുള്ളത്. അപ്പൊ മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും? എസ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ ഈ എസ് ആരെ കോൾ ചെയ്യും? സ്റ്റുഡന്റിനെ കോൾ ചെയ്യും. സ്റ്റുഡന്റ് എന്ത് ചെയ്യും? നെയിമിനെ കോൾ ചെയ്യും. അങ്ങനെയാണ് എസ് ഡോട്ട് നെയിമിൽ പോയി സ്റ്റോർ ആവുന്നത്. ക്ലിയർ ആയ? എസ് ഡോട്ട് നെയിം ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതില് എസ് ഡോട്ട് നെയിം ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എസ് ഡോട്ട് നെയിം എന്തുകൊണ്ട് വിളിച്ചെന്ന് മനസ്സിലായി? ഈ എസ് എവിടെ നിന്നാണ് വന്നത്? വി ഡിക്ലെയർ ഓൺ വേരിയബിൾ ഫോർ സ്ട്രക്ട്. അതിന്റെ വേരിയബിളിന്റെ നെയിം എന്താണ്? എസ് ആണ്. സംടൈംസ് ഐ ഡിക്ലെയർ ഹിയർ വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് കറക്ഷൻസ് ആണ് വരിക? ഈ പ്രോഗ്രാമിൽ എന്ത് കറക്ഷൻ വരും? ഐ ഡിക്ലെയർ എ വേരിയബിൾ സ്ട്രക്ട് സ്റ്റുഡന്റ് സ്റ്റു എന്ന് വെച്ചു. സോ എന്ത് സ്കാനഫ് എങ്ങനെ എഴുതണം? പറ. സ്കാനഫ് എങ്ങനെ എഴുതണം? സ്റ്റു ഡോട്ട് നെയിം. ഗുഡ്. സ്റ്റു ഡോട്ട് നെയിം. ഓക്കെ, അത് കാണാൻ ഒരു രസമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എസ് തന്നെ കൊടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറഞ്ഞോ. ഓക്കെ അല്ലേ? എന്താണെന്ന് വെച്ചാൽ 10 മാർക്കിന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി അഗൈൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിന്റ് ഓഫ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട്? പ്രിന്റ് ഓഫ് റോൾ നമ്പർ. ഓക്കെ, സോ പ്രിന്റ് ഓഫ് enter the roll number. ഇതിന്റെ സ്കാനഫ് പറയാൻ നോക്കട്ടെ. സ്കാനഫ് റോൾ നമ്പറിന് എന്തിനു വേണ്ടി എന്താണ് ഡിക്ലെയർ ചെയ്തത്? എന്താണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള? ഇന്റീജർ ആണ്. സോ ഡബിൾ കോട്ടിനകത്ത് എന്ത് വരും?
ഡബിൾ കോട്ടിനകത്ത് എന്ത് വരും? എന്ത് വരും? റോൾ നമ്പർ ഇസ് എ ഇന്റീജർ, റൈറ്റ്? സോ ഡബിൾ കോട്ടിനകത്ത് എന്ത് വരും? പെർസെന്റേജ് ഡി. ഓക്കെ, പെർസെന്റേജ് ഡി. നെക്സ്റ്റ് ലൈൻ നിങ്ങൾ തന്നെ പറ. ഇവിടെ സ്കാൻഎഫ് എങ്ങനെ എഴുതണം? സ്കാൻഎഫ് എങ്ങനെ എഴുതണം? പെർസെന്റേജ് ഡി വന്നാൽ ഇത് വരും. പെർസെന്റേജ് ഡി വന്നാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ആംപർസെന്റ് യൂസ് ചെയ്യണം. ദെൻ എങ്ങനെ കോൾ ചെയ്യണം? ഓക്കെ, സാദീഫ് ടൈപ്പ് ചെയ്തു. ഓക്കെ, സാദീഫ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണോ? സാദീഫ് പറഞ്ഞിട്ടുള്ള ആൻസർ കറക്റ്റ് ആണോ? ബാക്കിയുള്ള ആൾക്കാർ പറ. എന്താണ്? ശരിയാണ്. ഓക്കെ, റോൾ നമ്പറിന്റെ ഡേറ്റ ടൈപ്പ് വേരിയബിൾ എന്താണ്? ആർ നമ്പർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കോൾ ചെയ്യണം? വാട്ട് ഇസ് ദ ലോക്കൽ വേരിയബിൾ? സ്ട്രക്ചറിന്റെ പേരെന്താണ്? സ്ട്രക്ചറിന്റെ പേരെന്താണ്? സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റിനെ നമ്മൾ എങ്ങനെ കോൾ ചെയ്യും? എസ് ആണ്. സോ ആംപർസാൻഡ് എസ് ഡോട്ട് റോൾ നമ്പറിന്റെ വേരിയബിൾ നെയിം എന്താണ്? ആർ നമ്പർ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്കാനഫ് നിങ്ങൾ തന്നെ ഇട്ട് എന്ത് നെയിമാണ്? ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇതിന്റെ സ്കാനഫ് പറ. സ്കാനഫ് ഡിപ്പാർട്ട്മെന്റ് ഈസ് എ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഈസ് എ ക്യാരക്ടർ, റൈറ്റ്? സോ അപ്പൊ ഇതിനകത്ത് എന്ത് യൂസ് ചെയ്യണം? സ്കാനഫിനകത്ത് പറഞ്ഞതല്ല. എല്ലാ ആൾക്കാരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. സ്കാനഫിനകത്ത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത്? full values type ചെയ്യും. percentages, then percentages, comma ampersand ഉണ്ടോ? Does it have any ampersand? Ampersand ഉണ്ടോ? No, because it's a string, right? So s dot def. Good. Yes, dot def. Then next എന്താണ് എഴുതേണ്ടത്? printf. Enter the mobile number, right? Enter the mobile number. Sorry, enter the mobile number. Okay, then semicolon. Then what is the scanf? Percentage d. Then percentage d. ഇതിലെന്താ? percentage d, comma ampersand. What is the variable for this? What is the variable? M number, right? So ampersand s dot m number. Good. Then next one is what? Email, right? So printf, enter the email. Okay. Then scanf. നിങ്ങൾക്കറിയാലോ scanf എന്താണ്? It's a character. So percentage s, comma s dot email, right? So scanf okay ആണ്. Then after that we need to print this all the values, right? Okay ആണോ? നമ്മളുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എൻറ്റർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? we need to print that, right? So I am using printf. നമ്മൾ കൊടുത്തിട്ടുള്ള നെയിം എന്താണ്? printf. നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റാസ് ഒക്കെ നമ്മൾ എൻറ്റർ ചെയ്ത ഡേറ്റാസ് നമുക്ക് കാണണ്ടേ? നമ്മൾ കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അത് നമുക്ക് കാണണ്ടേ? നെയിം എന്ന് പറയുന്നത് ഇതാണ്, ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതാണ്, റോൾ നമ്പർ എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണണ്ടേ? സോ വി ആർ ഗോയിങ് ടു യൂസ് ഫസ്റ്റ് വൺ ഈസ് വാട്ട്? നെയിം, റൈറ്റ്? സോ ഡബിൾ കോട്ട് നെയിം എന്ന് പറയുന്നത് എന്താണ്? പെർസെന്റേജ് എസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്താണ് വരിക? നെക്സ്റ്റ് നമ്മൾ എന്താണ് കൊടുത്തത്? റോൾ നമ്പർ ആണ് കൊടുത്തത് അല്ലെ? സോ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്തായിരുന്നു? പറ,
What is the roll number? Roll number എന്ന് പറയുന്നത് എന്താണ്? It's a roll number എന്താണ്? It's a roll number is a പറഞ്ഞോ, മനസ്സിലായിട്ടില്ല ഈ ലൈന്? ഇതുവരെ മനസ്സിലായ? ഈ നെക്സ്റ്റ് പ്രിന്റ് എഫ് മനസ്സിലായിട്ടില്ല? നോർമൽ പ്രിന്റിംഗ് ആണ് നമ്മൾ ചെയ്യണം. ഓക്കെ, റോൾ നമ്പർ ഇസ് എ പെർസെന്റേജ്. സോ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സോ പെർസെന്റേജ് ഡി, ദെൻ ആഫ്റ്റർ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സോ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഇസ് എ സ്ട്രിംഗ്, റൈറ്റ്? സോ പെർസെന്റേജ് യെസ്. Then after that department is a mobile number. What is the mobile number? Mobile number is equal to mobile number is a what? Mobile number is a m number, right? So m number is a integer, so percentage d. Okay, then after that mobile number, then email. Okay, then email is what? Email is a percentage yes അല്ലേ? പെർസെന്റേജസ്. then ഇതിന്റെ കമ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ്? നെയിം ഈസ് പെർസെന്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കമ കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? പറ. ഫസ്റ്റ് പ്രിന്റ് ആക്കേണ്ടത് ഈ പെർസെന്റേജസ് ആണ്. ഇത് എതിന്റെ പെർസെന്റേജസ് ആണ് നമുക്ക് പ്രിന്റ് ആക്കേണ്ടത്? എതിന്റെ പെർസെന്റേജസ് ആണ് നമുക്ക് വേണ്ടത്? എതിന്റെ പെർസെന്റേജസ് ആണ് നമുക്ക് വേണ്ടത്? എതിന്റെ പെർസെന്റേജസ് ആണ് വേണ്ടത് നമുക്ക്? ഫസ്റ്റ് പ്രിന്റ് ആക്കേണ്ടത് എന്താണ്? നെയിം ആണ് അല്ലെ? സോ നമ്മളപ്പോ ഇവിടെ എന്ത് കൊടുക്കണം? യെസ് ഡോട്ട് നെയിം കൊടുക്കണം. മുൻപാണെങ്കിൽ നമ്മൾ വെറുതെ നെയിം കൊടുക്കും. ഇവിടെ നമ്മൾ എന്താണ്? സ്കാനഫിൽ നമ്മൾ എന്താണോ യൂസ് ചെയ്തത് അത് തന്നെ കൊടുക്കണം. യെസ് ഡോട്ട് നെയിം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ്? പറ. നെക്സ്റ്റ് ലൈൻ ഇത് എന്താണ് ഇനി? റോൾ നമ്പർ. ഇവിടെ നെക്സ്റ്റ് ഇനി വരേണ്ടത് എന്താണ്? റോൾ നമ്പർ ഇസ് എ പെർസെന്റേജ് ഡി. സോ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നിഹാരിക പറ. നിഹാരിക മൈക്ക് ഓൺ ചെയ്ത് പറ. ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ട? റോൾ നമ്പർ. യെസ് ഡോട്ട് ഉണ്ട് കേട്ടോ. റോൾ നമ്പർ അല്ല, ആർ നമ്പർ. ഓക്കെ ഗുഡ്. ദെൻ പിന്നെ അഭിനവ് പറ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇസ് എ ഡിപ്പാർട്ട്മെന്റ് ഇസ് എ പെർസെന്റേജസ് അല്ലെ? ഇതിന്റെ പെർസെന്റേജസ് ആണ് S dot DEP. S dot DEP. DEP. Okay. കൊടുത്തു. Good. Next എന്താണ്? Next is a mobile number, right? So mobile number. Gada para. Gada Krishna. Mobile number is a percentage D, right? So S dot M number. Good. Then final one. Okay, Nivedita para final one. Then email percentage yes. Nivedita undo. Sir. Sadif para. Yes dot. Okay. Yes dot. Okay, S dot email left hand down. That's all. Program നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രോഗ്രാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം നെയിം ഈസ് st.c. They have some missing error, expected closing. 12th ലൈനിൽ ഒരു എറർ ഉണ്ട്. They have 12th. Okay. Okay, sorry, കമായിട്ടില്ല. ഈ സ്കാനിൽ കമായിട്ടില്ല. ഗുഡ്. വിശ്വാസത്തിൽ താങ്ക് യു. ഓക്കെ.
then dot slash area dot enter your name. Name നമ്മൾ എന്ത് കൊടുക്കാം? അഭിനവ് കൊടുക്കാം. അഭിനവ്. റോൾ നമ്പർ എത്രയാണ്? 2 ആണ്. ഡിപ്പാർട്ട്മെന്റ് CSE ആണ്. മൊബൈൽ നമ്പർ 12345 കൊടുത്ത് ഇമെയിൽ കൊടുത്ത് ഓക്കെ എന്നാ വന്നിട്ടാ നെയിം അഭിനവ്, റോൾ നമ്പർ 2, ഡിപ്പാർട്ട്മെന്റ് CSE, മൊബൈൽ നമ്പർ 12345, ഇമെയിൽ @gmail. ഓക്കെ, ഇത് നമുക്ക് അത് നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? പറ. നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഇത് കഴിഞ്ഞ പാടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഒരു സ്ലാഷ് n യൂസ് ചെയ്യാം. ഓക്കെ, സ്ലാഷ് n യൂസ് ചെയ്താൽ നമ്മുടെ ആൻസർ ഒക്കെ ഇതിലേക്ക് പോവും, നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. ഓക്കെ, എനിക്ക് കാണിച്ചു തരാം. സ്ലാഷ് n okay, enter the name Anurag, roll number 3, department CSE, mobile number 46, email an@.com. വന്നിട്ടുണ്ടോ? സ്പേസിംഗ് പ്രശ്നമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? എഴുതാൻ അറിയോ? ഇനി സ്ട്രക്ചർ ചോദിച്ചാല് കോപ്പി ചെയ് ഫാസ്റ്റ് ആയിട്ട്. ഒരു സെക്കൻഡ്.